السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين. അള്ളാഹു എൻ്റെ അറിവില്ലായ്മയെ വസീലാക്കി എന്നോട് ചോദിക്കുന്നു, എൻ്റെ അൽമന്ന സിഫത്തിന് വസീലാക്കി ചോദിക്കുന്നു. നാഫിയായ ഇൽമു ഞങ്ങളെ ഏവരെ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൂർത്തിയിരണമേ അല്ലാഹ്. പാപങ്ങളത്തുള്ള സുരക്ഷിതത്വം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളെ മശൈഖന്മാർ ഫുളുലാത്തും ബറക്കാത്തുകളോട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളെ മശൈഖന്മാരുടെ ഉസ്താദുമാരുടെ പദവികൾ എൻ്റെ അടുത്ത് ഉയർത്തണമേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടണമേ അല്ലാഹ്. ബിജാഹി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മെ അവൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമ സമുദായത്തിൽ സൃഷ്ടിച്ചു. അൽഹംദുലില്ലാഹ്. മാത്രമല്ല അല്ലാഹു തആല കാമിലീങ്ങളായ ഷെയ്ഖന്മാരുടെ ഔലിയാക്കളുടെ ബന്ധം നൽകി അനുഗ്രഹിച്ചു. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ബന്ധം നൽകി നമ്മളെ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. എല്ലാവരും അശ്രദ്ധ മാറ്റി ഗഫലത്ത് മാറ്റിയിട്ട് ദിക്റിലായിട്ട് മുഴുകുക. അൻഫാസിയായ ദിക്ർ, ശ്വാസത്തുള്ള ദിക്റിലായിട്ട് എല്ലാവരും മുഴുകുക. ദിക്റിലായിട്ട് ഇൽമുൻ കേൾക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരിലേക്ക് ചിന്തിച്ചാൽ നമ്മൾ എത്ര പിന്നിട്ടു, നമ്മുടെ ജീവിതം പിന്നിട്ടു എന്നറിയാൻ സാധിക്കും. ഒരു മെഴുകുതിരിയാണെങ്കിൽ നമുക്ക് വേഗം കണ്ടാൽ മനസ്സിലാവും. ഒരു ചെറിയൊരു മെഴുകുതിരി വാങ്ങിയിട്ട് നമ്മൾ കത്തിച്ചു വെച്ചാൽ, ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിങ്ങനെ ഉരുകണതിനനുസരിച്ച് നമുക്കറിയാം ഇനി ഇത് എത്ര ഉണ്ട്. ഉരുകി 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 ഇങ്ങനെ വരും. അടുത്തെത്തുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും ഇപ്പം മെഴുകുതിരി ഇപ്പം കത്തിത്തീരും. വലിയ മെഴുകുതിരി പോലെയല്ല ചെറിയ മെഴുകുതിരി എന്ന് പറഞ്ഞതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതലുള്ള ആളുകൾ അവരൊക്കെ വലിയ വലിയ മെഴുകുതിരികളാണ്. 900 വർഷമൊക്കെ ജീവിച്ചത്. ആ 900 വർഷം എന്ന് പറഞ്ഞാൽ 900 കഴിയണം. നമ്മൾ ഒരു 100 ജീവിക്കുമെന്ന് അറിയില്ല. ഒരു 100 വർഷമെങ്കിലും നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് അറിയില്ല. അവർ 900 ജീവിച്ചു. നമ്മൾ ചിന്തിക്കേണ്ടില്ല. നമ്മൾ ചെറിയ മെഴുകുതിരികളാണ്. നമ്മൾ ചിന്തിച്ചാൽ അതിപ്പോൾ എവിടെ എത്തി? നമ്മൾക്ക് അള്ളാഹു എത്രയാണ് ആയുസ് തരുന്നത്, എപ്പോഴാണ് നമ്മൾ കുഴിമാടത്തിലേക്ക് നമ്മുടെ ശരീരം വെക്കുന്നത് എന്നുള്ളത് അറിയുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം മെഴുകുതിരിൻ്റെ കാൽഭാഗം കഴിഞ്ഞു, അല്ലെങ്കിൽ അരഭാഗം കഴിഞ്ഞു, പലരുടേത് മുക്കാഭാഗം കഴിഞ്ഞുണ്ടാവും. പക്ഷെ നമുക്കത് അറിയിക്കപ്പെടാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇനി കുറേ ഉണ്ട്. ഇപ്പം പറയാനുള്ളത് മരണം സുനിശ്ചിതമാണ്. ഒരു ദിവസം നമ്മൾ മരിക്കും. ഈ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക. ഒരു ദിവസം നമ്മൾ മരിക്കും, അത് ഉറപ്പാണ്. അത് ഇനി കുറേ കാലമൊന്നും ഉണ്ടാവില്ല, കുറച്ചു കാലമല്ലേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എത്ര കാലം ജീവിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കി. അപ്പോൾ ഒക്കെ പറയാനുള്ളത്, അങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലത്തെ പ്രയാസങ്ങൾ തലേ കയറ്റി നടന്ന് മനസ്സിലൊക്കെ വെച്ച് നടന്ന് വിഷമിച്ചിട്ട് വെറുതെ സമയം കളയണ്ട. പ്രയാസങ്ങൾ ഉണ്ടാവും, ആ മരിക്കോളം ഉണ്ടാവും. പ്രതിസന്ധികളുണ്ടാവും, മരിക്കോളം ഉണ്ടാവും. അതിനൊരു പരിധി ഉണ്ട്. ഒരു പരിധി ഉണ്ടോ? മനസ്സിലാവുണ്ടാവും. അതുകൊണ്ട് പൈപ്പ് ബോംബിൽ പിടിക്കപ്പെട്ട ഷെരീഫ് പറയണ്ടായി, കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മർദ്ദിക്കുകയാണ്. ഉത്തരവ് ഒരിക്കലും പറഞ്ഞു കൊടുക്കൂല. പണ്ട് പൈപ്പ് ബോംബ് കേസുണ്ട്. അടിയിൽ കാലിൻ്റെ അടി ഒരു തൂക്കിയിട്ടിട്ട് കാലിൻ്റെ അടിയിൽ ഇരുമ്പ് കൊണ്ടിയിട്ട് അടിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? പോലീസ് മുറ. അവസാനം ഒരു കാര്യം ഉറപ്പാണ്, ഈ മനുഷ്യനക്ക് ഒരു പരിധി ഉണ്ട് വേദനക്ക്. ആ പരിധി കഴിഞ്ഞാൽ മനുഷ്യൻ ബോധരഹിതനാവും. അത് ഇവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഉത്തരം പറയില്ല. എത്ര ആയാലും ആ പരിധി കഴിഞ്ഞാൽ ഞാൻ ബോധരഹിതനായി മാറും. അപ്പൊ അവർ പോവും പേടിച്ചിട്ട്. എന്ന് പറഞ്ഞ പോലെ
ഈ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഒരു പരിധി ഉണ്ടോ? കൂടാൻ മരിക്കും. അഹങ്കാരികൾക്ക് വിഷമായിരിക്കും. എന്താ കാരണം? അണുമണി അഹങ്കാരം ഉണ്ടെങ്കിൽ വിഷമം ഉണ്ടാവും. ആളുകൾ എന്ത് വിചാരിക്കും? അഭിമാനബോധം. ജനങ്ങൾ എന്നെ എന്ത് വിചാരിക്കും? ജനങ്ങളോട് എന്ത് പറയും? ജനങ്ങളെ മുന്നിൽ ഞാൻ പാപ്പരാവൂലേ? ഇവര് വിഷമിക്കണം. കാരണം എങ്ങനെയാണ് ആകൃതി ചെന്ന നരകത്തിലുള്ള ഒരു അണുമണിത്തൂക്ക അഹങ്കാരം ഉണ്ടെങ്കിൽ ഓനക്ക് സ്വർഗത്തിന്റെ വാസന കിട്ടൂല. ഓന് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഇവിടെ അങ്ങനെ തന്നെ. അഹങ്കാരത്തിന്റെ ആണുണ്ടോ നിങ്ങൾക്ക് ജനങ്ങൾ വലിയ വിഷയമായിരിക്കും. അപ്പൊ അതാണ് ഈ പ്രയാസപ്പെടുത്തുന്നത്. പലർക്കുള്ള പ്രയാസം ജനങ്ങൾ എന്ത് വിചാരിക്കും, ആളുകളെ അറിഞ്ഞാൽ എന്തായിരിക്കും. മറ്റുള്ള പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ജീവിതത്തിൽ എങ്ങനായാലും ഏതൊരു മനുഷ്യനും ഒന്നില്ലെങ്കിൽ ഒന്നായിട്ട് പ്രയാസം ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കൂല. ചിലർ ഞാനാവും വലിയ പ്രവാസി അല്ലട്ടാ, പ്രയാസി, അതായത് പ്രയാസമുള്ള ആള്. ഞാനായിരിക്കും വലിയ പ്രയാസി എന്ന് ഓരോരുത്തരും വിചാരിക്കും. പൊന്നു മോനെ അങ്ങനെ ആവൂല, എന്നെക്കാട്ടും വലിയ പ്രയാസമാണ്. പക്ഷെ നിന്റെ രീതി ആവൂല അവർക്ക്. ചിലവർക്ക് ഭാര്യനെ കൊണ്ടുള്ള പ്രയാസമായിരിക്കും, ചിലവർക്ക് ഭർത്താവിനെ കൊണ്ടുള്ള പ്രയാസമായിരിക്കും, ചിലവർക്ക് പണം കൊണ്ടുള്ള പ്രയാസമായിരിക്കും, ചിലർക്ക് പണം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രയാസമായിരിക്കും, ചിലർക്ക് ആരോഗ്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും, ചിലവർക്ക് ആരോഗ്യം കൂടിയിട്ടേ മറ്റുള്ളവർ ശല്യം ചെയ്യാനുള്ള പ്രവണത വരും, ചിലവർക്ക് ആരോഗ്യം ഇല്ലാതെ രോഗിയായത് കാരണത്താലുള്ള പ്രയാസമായിരിക്കും, ചിലർക്ക് ദാരിദ്ര്യം കൊണ്ടുള്ള പ്രയാസമായിരിക്കും, ചിലർ കടങ്ങൾ കൊണ്ട് വലഞ്ഞ പ്രയാസമായിരിക്കും, ചിലർക്ക് രോഗങ്ങളെ കൊണ്ട് വേദനിക്കുന്ന പ്രയാസമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ വാപ്പാൻ്റെ അടുത്തുള്ള പ്രയാസം, ഉമ്മാൻ്റെ അടുത്തുള്ള പ്രയാസം, അല്ലെ മക്കളുടെ അടുത്തുള്ള പ്രയാസം, അതില്ലെങ്കിൽ വീടില്ലാത്ത പ്രയാസം. ഇവിടെ പ്രയാസമില്ലാത്തത് ആരാളുള്ളത്? എല്ലാവരും പ്രവാസികളല്ല, പ്രയാസികളാണ്. അത് പറയാനുള്ളത് വെറുതെ സമയം കളയണ്ട. കുറഞ്ഞ കാലം ജീവിക്കാളും നന്നാവാൻ നോക്കിക്കോ മക്കളെ. എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ എത്ര പ്രയാസമുള്ളവരായാലും പ്രയാസമില്ലാത്തവരായാലും സ്വർഗീയ ജീവിതം ഇവിടെ നയിച്ചവരായാലും, ഞാൻ സ്വർഗീയ ജീവിതം ഇവിടെ ആരും നൽകില്ല. കാരണം സ്വർഗത്തിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് സ്വർഗീയ ജീവിതം എന്ന് പറയണേ. ഇത് സ്വർഗമൊന്നും ഇവിടെ കിട്ടൂല. സ്വർഗത്തിന് മണം കിട്ടണില്ല. ആകെ അള്ളാഹുവിനെ ത്വലബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൽമിന്റെ സദസ്സ് സ്വർഗ പൂന്തോപ്പാണ്. അല്ലാത്തവർക്ക് അതും സ്വർഗ പൂന്തോപ്പാവൂല. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കും, ടൈമായില്ല, ഉസ്താദിന് നിർത്താനായില്ലേ, ഇത്ര നേരമായി. അതായിരിക്കും. അതിനും ഒരു തൊലപ്പൊക്കെ വേണം. അങ്ങനത്തെ ഉണ്ടാവുള്ളൂ ദിക്റിന്റെ മജ്‌ലിസും ഇൽമിന്റെ മജ്‌ലിസൊക്കെ. മനസ്സിലായോ? അൽഹംദുലില്ലാ. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? എല്ലാവരും നമ്മളെ ഈ ഉഡായിപ്പ്, ജാട, വലിയ വർത്താനം, വലിയ ആളാവല്, ഇതൊക്കെ ഉണ്ട് മാറ്റിക്കോളി. ബോംബിട്ട് നശിപ്പിക്ക് പോട്ടെ. അതൊക്കെ നീ ബോംബ് തേടി നടക്കണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ആ വിധത്തിലായിരിക്കണം അതിനെ നശിപ്പിക്കേണ്ടത്. വേണ്ട, നീ ഒന്നും അല്ലടാ, നീ ആരും അല്ലടാ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് വിനീതനായ അള്ളാഹുവിൻ്റെ ഒരു അടിമയായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കും. കുറഞ്ഞ സമയങ്ങളുള്ളത് ഇനി തെക്വയിൽ കൂടി ജീവിക്കാൻ നോക്കും. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഭാര്യ ഭർത്താവിനെ കാണിക്കേണ്ട, ഭർത്താവ് ഭാര്യനെ കാണിക്കാനല്ല. മക്കൾ വാപ്പാനെ കാണിക്കാനോ, വാപ്പ മക്കളെ കാണിക്കാനോ, ഉസ്താദ് ശിഷ്യന്മാരെ കാണിക്കാനോ, ശിഷ്യന്മാർ ഉസ്താദിനെ കാണിക്കാനോ അല്ല, സമൂഹത്തിനെ കാണിക്കാനോ അല്ല. നിനക്ക് നാളെ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. നമ്മളെ അള്ളാണ്ട് പറഞ്ഞാച്ചതേ അള്ളാഹു താല ഒരു ലക്ഷ്യം വെച്ചിട്ട് അവനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞാച്ചാൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യത്തില് മുഴുകിനി മരിക്കാനായി എന്ന് പറയേ, ഉള്ളിൽ പറഞ്ഞു കൊടുക്കും മരിക്കാനായി. ഭാര്യ ശല്യപ്പെടുത്തുന്നു പറഞ്ഞു, ഇജ്ജും ഞാനൊക്കെ മരിക്കാനായിക്കണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നന്നായി എനക്ക് നന്ന്, ഞാൻ നന്നായി എനിക്ക് നന്ന്. എന്റെ കബറിലേക്ക് ഇജ്ജും ഉണ്ടാവില്ല, എന്റെ കബറിലേക്ക് ഞാനും ഉണ്ടാവും. മനസ്സിലാവുന്നു? ഷാജഹാൻ ചക്രവർത്തി വളരെ സ്നേഹിക്കുന്ന തന്റെ ഭാര്യ മുംതാസ്, ആ മുംതാസിന് വേണ്ടിയിട്ട് എന്ത് പണിതു? താജ്മഹൽ പണിതു. എന്നിട്ടോ കബറിലേക്ക് മുംതാസിന്റെ വായിലേക്ക് ട്യൂബ് വെച്ചു കൊടുത്തു, ചെറിയ ട്യൂബ്. ഇതിൽ കൂടി, ഈ താജ്മഹലിന്റെ ഇതിൽ കൂടി പണിത, അതിൽ കൂടി ഇപ്പോഴും വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാ മുംതാസിന്റെ വായിലേക്ക്. മുംതാസ് ഉണ്ടാവില്ല ചിലപ്പോ, അവിടെ എല്ല് മാത്രമായിട്ടുണ്ടാവും. എല്ലും ഉണ്ടാവില്ല ചിലപ്പോ, വെറുതെ മുടിയും സുഷുമ്നാനാടി മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. മനസ്സിലാവേണ്ട അടിസ്ഥാന ധാതു മാത്രം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാവും. വെള്ളപ്പോൾ ഇറ്റിക്കൊണ്ട്. പക്ഷെ ഇന്നും ആളുകൾ അത് കണ്ട് രസിക്കാനോ ഇന്ന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അതുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഥ. രാജാക്കന്മാരുടെയും രാജ്ഞികളുടെ ഒക്കെ കഥ ആണത്. അവരിൽ എപ്പോഴും അവരുടെ പേരിൽ മറ്റുള്ളവർ ആനന്ദിക്കാണ്. അവരെ ചെയ്ത ചെയ്തികളെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കണം. അവിടെ താജ്മഹലിൽ പോയിട്ട് ആളുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ആസ്വദിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അവരുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതാണ് നല്ലത് അനുഭവിക്കുന്നുണ്ടാവും, ചീത്താണ് ചീത്ത, നമുക്കതറിയില്ല. എന്നാൽ നമ്മളത് നമുക്കറിയണം. നമ്മൾ എന്തായിരിക്കണം മരിച്ചു കഴിഞ്ഞാൽ. അത് വയല് കേട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സദസ്സല്ലത്.
ഇത് ഏതെങ്കിലും ഉസ്താദന്മാര് വയല് പറഞ്ഞ് ക്ലാസ് വെച്ചു, ക്ലാസ്സിന് പോടാ വയലുണ്ടാ, അതല്ലത്. ഇത് വേണമെങ്കിൽ നന്നാവാൻ വേണ്ടിയിട്ടുള്ള സദസ്സാണിത്. ഇത് ഞാനീ പറയണത് ഓരോരുത്തരും കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും, ഞാനടക്കം, നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് വ്യക്തിഗതമായിട്ട് നമ്മൾ അള്ളാഹും അവൻ്റെ റസൂലും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവും. മാറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ അള്ളാഹ് കാണിച്ചു തരും. മക്കളെ എങ്ങനെയായാലും നാളെ അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ നിർത്തപ്പെടും. വമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ആരെങ്കിലും നാളെ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കും എന്നുള്ളതിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ 2 സ്വർഗമുണ്ട്. ഒന്ന് അവൻ പാപത്തിൽ നിന്ന് മാറിയ സ്വർഗം, 2 അവൻ സൽക്കർമ്മം പ്രവർത്തിച്ച സ്വർഗം. 2 സ്വർഗം അവനക്കുണ്ട്. അതിനെന്താ വേണ്ടത്? തഖ്വ, തഖ്വ, തഖ്വ. റസൂൽ പറഞ്ഞ തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. നെഞ്ഞിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെ നെഞ്ഞിലാണ്. എന്താ നെഞ്ഞിലാണ് തഖ്വ? ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കണം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ പടച്ചോൻ എന്നെ സ്വീകരിക്കണം. എനിക്ക് നരകം വേണ്ടേ വേണ്ട, എനിക്ക് തീ വേണ്ടേ വേണ്ട, എനിക്ക് അദാബ് വേണ്ടേ വേണ്ട, എനിക്ക് എന്റെ പടച്ചോനെ പൊരുത്തം മതി, എനിക്ക് സ്വർഗത്തിലേക്ക് അള്ളാഹനെ പ്രവേശിപ്പിച്ചാൽ മതി, എനിക്ക് അള്ളാഹനെ കാണണം സ്വർഗത്തിൽ. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം, നോമ്പ് നോക്കണം, പാപങ്ങൾ ഇട്ടിട്ട് മാറണം. അല്ലാഹു തആല നാളെ മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടും മക്കളെ. നമ്മളെ മാത്രല്ല, നമ്മളുടെ ഉമ്മ, ഉപ്പ, ഭാര്യ, സന്താനങ്ങള്, കൂട്ടുകുടുംബാദികള്, സുഹൃത്തുക്കള്, നമ്മളെ ജോലി ചെയ്യാനുള്ള അവിടെയുള്ള സഹപ്രവർത്തകര്, ജോലി ചെയ്യുന്നിടത്തുള്ള ഉടമസ്ഥന്മാര്, ഓണർമാര്, അവിടുത്തെ സേട്ടുമാര്, ഓഫീസർമാര്, അതുപോലെ തന്നെ നമ്മളെടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ടാവും അവിടെ. നമ്മുടെ അയൽവാസികൾ ഉണ്ടാവും, നമ്മുടെ ഭരണാധികാരികൾ ഉണ്ടാവും. മനസ്സിലാവുണ്ട? നമ്മൾ ആരെ വഞ്ചിച്ചോ അവരുണ്ടാവും, നമ്മളെ ആര് വഞ്ചിച്ചോ അവരുണ്ടാവും. നമുക്ക് ആർക്കൊക്കെ അവകാശങ്ങൾ നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാണ്ട് അവരുണ്ടാവും, ആരൊക്കെ അവകാശങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തരാണ്ട് അവരും ഉണ്ടാവും അവിടെ. നമ്മൾ കുത്തിയോരും ഇടിച്ചോരും തെറി പറഞ്ഞോരും കാട്ടു നോക്കിയവരും ഒക്കെ ഉണ്ടാവും അവിടെ. അതുപോലെ നമ്മളെ തെറി പറഞ്ഞോരും നമ്മളെ കുത്തിയോരും ഇടിച്ചോരും അവരും ഉണ്ടാവും അവിടെ. നമ്മൾ ആരെങ്കിലും അഭിമാനം നമ്മൾ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആരുടെ അഭിമാനം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഉണ്ടാവും. നമ്മൾ അഭിമാനം ആരും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഉണ്ടാവും അവിടെ. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോ നോട്ടങ്ങൾക്കും നാളെ ഹിസാബ് കൊടുക്കേണ്ടി വരും. നമ്മളെ ഓരോ കേൾവികൾക്ക്, നമ്മുടെ സംസാരങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരാളെ സംബന്ധിച്ച് മോശമായി നമ്മൾ ചിന്തിക്കരുത് പ്രിയമുള്ളവരെ. നമ്മുടെ മനസ്സിൽ ഓരോരുത്തരെ സംബന്ധിച്ച് വേണ്ടാത്തത് ചിന്തിക്കണ്ട. നിങ്ങൾ മനസ്സുകൊണ്ട് വ്യഭിചരിക്കരുത്, മനസ്സുകൊണ്ട് സ്വവർഗരതി നടത്തരുത്. അത് അവിടെ ഉണ്ടാവും. അള്ളാഹു തആല വിടൂല. പടച്ചോ, നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നാളത്തെ നരകത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞത് എന്താണ്? നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലു അലൽ അഫ്ഇദ. എങ്ങനത്തെ നാറാണ്? കത്തിക്കപ്പെടുന്ന തീയാണ്. ഹൃദയങ്ങൾ പോലും കത്തിക്കപ്പെടും. നമ്മുടെ ഹൃദയങ്ങൾ, ഫുആദ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പോലും അഗ്നി ബാധിക്കുന്നു. ശരീരത്തിലേക്കല്ലേ സാധാരണ ഇവിടുത്തെ തീയൊക്കെ ബാധിക്കുള്ളൂ. ഇത് ഹൃദയത്തിലേക്ക് പോലും ബാധിക്കും. അത്ര വേദനാജനകമായ തീയാണെന്ന് അള്ളാഹ് പറയുമ്പോൾ സത്യാണത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? വെറുതെ പറഞ്ഞാണെന്ന്? അള്ളാഹ് പറഞ്ഞതൊക്കെ സത്യാണ്. അങ്ങനെ ഒരു നരകമുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നരകമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മക്കളെ സത്യാണത്. ആർക്കാണ്? അത് അന്താർക്കുള്ളല്ല. അന്താർക്കെന്ത്? അത് ചെറുപ്പക്കാർക്കുണ്ട്. പ്രായപൂർത്തിയായത് മുതൽ എല്ലാവർക്കും ഉള്ളതാണത്. അത് മനസ്സിലായിക്കോളെ. നമ്മളെ വാക്കുകള്, നമ്മളെ നോട്ടങ്ങള്, നമ്മളെ ചിന്തകള്, നമ്മളെ കേൾവികള്, പ്രവർത്തനങ്ങള്, അനക്കങ്ങള്, അടക്കങ്ങള് എല്ലാം ക്രമീകരിക്കേണ്ട കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞുപോയി. ഇനിയും വൈകിക്കണ്ട. അള്ളാഹു ചോദിക്കും. നമുക്ക് കണ്ണുകൾ തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല കണ്ണുകൾ എന്തിനുപയോഗിച്ച് ചോദിക്കും? എന്തിലേക്കൊക്കെ നോക്കി, എന്തെല്ലാം നോക്കാതിരുന്നു? നോക്കാൻ പറഞ്ഞതൊന്നും നോക്കൂല, നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നോക്കി സമയം കഴിച്ചു. നമ്മൾ വിചാരിക്കണ ഒരു ഇസ്തിഗ്ഫാറാണ് ചെല്ലാണ്ട് പുറത്തിട്ടു. നിങ്ങൾ പടച്ചോനെ എന്താ മനസ്സിലാക്കിക്കണ? നിങ്ങൾ തോന്നിയതൊക്കെ നോക്കുക, തോന്നിയതൊക്കെ തിന്ന്, തോന്നിയതൊക്കെ കേൾക്കുക, തോന്നിയതൊക്കെ പ്രവർത്തിക്കുക. രഹസ്യമായ പാപങ്ങള് അള്ളാഹു തആലയുടെ കോപം വർദ്ധിപ്പിക്കും. രഹസ്യമായി പാപം ചെയ്യുന്നവരുടെ പരസ്യത്തെ അള്ളാഹു തആല പിച്ചു ചീന്തും. എന്താ മനസ്സിലാക്കിക്കണ? നിങ്ങൾ രഹസ്യമായി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ
നിങ്ങളെ പരസ്യത്തെ അല്ലാഹു തആല നിന്ദ്യമാക്കും. അവിടെ കുടുസത വരും. എല്ലായിടത്തും നിങ്ങൾ ജാമാക്കപ്പെടും. നിങ്ങളെ എന്താ പറയുക, എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ കുടുസാക്കപ്പെടും. രഹസ്യമായി പാപം ഒരിക്കലും ചെയ്യരുത്. അല്ലാഹു കണ്ടുകൊണ്ടിരിക്കും. കാരണം രഹസ്യമായി നിങ്ങൾക്ക് പാപം ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെയുള്ളവർ മലക്കുകളാണ്. പരസ്യമായി പാപം ചെയ്യുമ്പോൾ അത് മുന്നത്തരം മലക്കുകൾ മണ്ടിയിട്ടുണ്ടാവും. ഈ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ. കാരണം രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ സംരക്ഷിക്കാൻ മലക്കുകളുണ്ട്. പരസ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തആല സംരക്ഷകരായിട്ട് ഈ കാണുന്ന ഈ ജനങ്ങളെ, ജിന്നിനെ, ഇൻസിനെയാണ് വെച്ചിരിക്കുന്നത്. ചില മലക്കുകളെ മാത്രമേ പരസ്യ ജീവിതത്തിലുള്ളൂ. എന്നാൽ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രയോ മലക്കുകൾ, അവർ റഹ്മാൻ എന്ന സിഫത്തിന്റെ ഇത്തിബാറിൽ അതിനാൽ സൂക്ഷിക്കപ്പെട്ടുള്ള മലക്കുകളുണ്ട്. റഹ്മാനിയത്തിന്റെ തജല്ലികളായിക്കൊണ്ട് അല്ലാഹു തആല വെച്ച മലക്കുകൾ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ പരസ്യം നിങ്ങൾ വെട്ടി നോക്കും. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അതേ സ്ഥാനത്ത് ഒരാൾ അവരുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവന്റെ പരസ്യ ജീവിതത്തെ അള്ളാഹു സൂക്ഷിക്കും. അങ്ങനെയുണ്ട്. നമ്മളെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാണെങ്കിൽ നമ്മുടെ പരസ്യ ജീവിതം അള്ളാഹ് ഇസ്സത്താക്കി തരും, അഭിമാനമാക്കി തരും. പരസ്യത്തിൽ ആളുകളെ മുന്നിൽ നമ്മൾ നല്ലത് ചമച്ച്, നല്ല പിള്ള ചമച്ചിട്ടൊന്നും കാര്യമില്ല. ഉസ്താദാണ്, തൊപ്പിയുണ്ട്, താടിയുണ്ട്, വെള്ളമുണ്ട്, കന്തൂറുണ്ട്. രഹസ്യ ജീവിതത്തിൽ നീ അള്ളാഹുവിനെ എങ്ങനെ മാനിച്ചു, നീ എങ്ങനെ ജീവിച്ചു, അതിനനുസരിച്ച് നിങ്ങളുടെ പരസ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വിപത്തുകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുടുംബം ശിഥിലമാകും, നിങ്ങളുടെ സന്താനങ്ങൾ ശിഥിലമാകും, എല്ലാം ഭിന്നിക്കപ്പെടും. എല്ലാവരുടെയും വെറുപ്പ് അവരുടെ കൽബിൽ നിങ്ങളോടുള്ള വെറുപ്പിട്ട് കൊടുക്കും അല്ലാഹു തആല. കാരണം എന്താ? നിങ്ങൾ അള്ളാഹിനെയാണ് മാനിക്കാതിരുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെയാണ് മാനിക്കാതിരുന്നത്. കാരണം നിങ്ങൾ അല്ലാഹു തആല കാണുന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി. അലം യഅലം ബി അന്നല്ലാഹ യറാ, അവൻ അറിയുന്നില്ലയോ അള്ളാഹു അവനെ കാണുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ലയോ എന്നുള്ളത് നിസ്സാരമാക്കി. അല്ലാഹ് എവിടെ? അവന്റെ മലക്കുകളെ നിസ്സാരമാക്കി, അവന്റെ പ്രവാചകരെ നിസ്സാരമാക്കി. എന്നിട്ട് പരസ്യത്തിൽ ആളുകൾക്ക് വേണ്ടിയുള്ള ദീനുമായി നീ ചമഞ്ഞു നടന്നു. നീയത്തൊക്കെ നല്ലത് തന്നെ ആയിരിക്കും പരസ്യത്തിലും, പക്ഷെ നിന്റെ രഹസ്യത്തിൽ എന്തോ അത് വെച്ചിട്ട് കണക്കൂട്ടുള്ളൂ. ഒരാളുടെ ഈമാന്, ഒരാളുടെ അമല്, ഒരാളെ അമല് നിസ്കാരമായിരുന്നു, നോമ്പ്, ഇതിന്റെ ഓരോരുത്തരും അമലിന്റെ വ്യത്യാസം ഉണ്ടാവുന്ന. അപ്പൊ എന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം നിങ്ങളുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെ ഈമാൻ അനുസരിച്ചിട്ടാണ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഉണ്ടാവുന്നത്. എല്ലാവരും നിസ്കാരം ഓരോമാരില്ല. ഇപ്പൊ എന്റെ നിസ്കാരത്തിന് ചിലപ്പോൾ അബ്ദുൽ അസീസിന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം ചിലപ്പോൾ എന്റെ നിസ്കാരത്തിൽ കിട്ടിക്കൊള്ളുന്നില്ല. ആ ഈമാന്റെ ഇതനുസരിച്ചിരിക്കും. ഈമാൻ എങ്ങനെ അനുസരിച്ചിരിക്കുക? മഹാന്മാർ പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ പദവി അള്ളാഹുവിന്റെ അടുക്കൽ എത്രയാണ് എന്ന് അറിയണമെങ്കിൽ അവൻ എന്ത് ചിന്തിച്ചു കൊള്ളട്ടെ, അവന്റെ അടുക്കൽ അള്ളാഹുവിനുള്ള പദവി എത്രയാണെന്ന് അവൻ ചിന്തിച്ചാൽ മതി. നമുക്ക് അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹിനെ കൊണ്ട് അള്ളാഹുവിനോടുള്ള മഹത്വം നമ്മളെ ഉള്ളിൽ എത്ര ഉണ്ട് അള്ളാഹ്ക്ക് മഹത്വം എന്ന് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകും അള്ളാഹിന്റെ അടുക്കൽ അവർക്കുള്ള മഹത്വം. അതെപ്പോഴാണ് മനസ്സിലാവുക? നമ്മൾക്ക് അള്ളാഹ്ക്ക് നമ്മൾക്ക് എത്ര മഹത്വം ഉണ്ട് എന്ന് മനസ്സിലാവുക നമ്മൾ രഹസ്യ ജീവിതത്തിലാണ്. ആരുമില്ല, തനിച്ച, ഒരു മൊബൈൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആരുമില്ല, തനിച്ച, അയൽപക്കത്തെ പെണ്ണ് കുളിക്കണ അല്ലെങ്കിൽ അലക്കണ ഭാഗത്തുള്ള വെന്റിലേറ്റർ തുറന്നു കിടക്കാനത് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ മഹത്വം നിങ്ങളെ മനസ്സിൽ എത്ര ഉണ്ട് എന്നറിയും. രഹസ്യ ജീവിതത്തിൽ നിങ്ങളെ ചിന്തകളെ ആരും കാണുന്നില്ല, നിങ്ങൾ ഒറ്റക്കാണ്. നിങ്ങളടുത്ത് നിങ്ങളെ ഭാര്യയുണ്ട്, നിങ്ങളപ്പുറത്ത് നിങ്ങളെ കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട്. നിങ്ങളെ കൽബിൽ എന്തൊരു മോശം ചിന്തയാണ്, എന്തൊരു വ്യഭിചാര ചിന്ത നിങ്ങളെ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അള്ളാഹുവിനറിയാം, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് മഹത്വം ഉണ്ടെങ്കിൽ പടച്ചോൻ അള്ളാഹ് കാണുന്നുണ്ടല്ലോ, അള്ളാഹ് ഉണ്ടല്ലോ എന്നുള്ള ബോധത്തിൽ ഓൻ ആ ചിന്തകളെ മാറ്റിക്കൊണ്ട് ഓൻ ചിന്തകളെ നന്നാക്കും. അതേ സ്ഥാനത്ത് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അള്ളാഹ് എന്ന് അള്ളാഹിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ആളുകളുടെ കൂട്ടത്തിലാവുമ്പോൾ തന്നെ രഹസ്യ ജീവിതം ഉണ്ട്. അതാ ഇനി ആളുകൾ ഇല്ലെങ്കിലോ പറയും വേണ്ട. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നിനക്ക് ആ പാപത്തിൽ നിന്ന് വിട്ടുക്കാൻ പറ്റുന്നുണ്ടോ? ഒറ്റക്കാണ്, തനിച്ചാണ്. അള്ളാഹിനെ ഓർക്കുമ്പോൾ തനിച്ചാരുമില്ല. നല്ല റേഞ്ചും ഉണ്ട് മൊബൈലിന്, സിമ്മിന് നല്ല റേഞ്ചും ഉണ്ട്, ഒരു മാസത്തെ ഇത് പുതുക്കിയിട്ടുണ്ട്, റീചാർജ് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കാണ്. ആ സന്ദർഭം ഇബിലീസ് കൊടുന്നും കണ്ട് എന്ത് ചെയ്തു? ഒരു ചിന്തട്ടൊടുന്ന് ഒരു ബ്ലൂ ഫിലിം കാണാൻ, ഒരു വിചാര വീഡിയോ കാണാൻ, ആരും കാണാനില്ല, ഒന്നും അറിയാനില്ല അല്ലേ? ആ സന്ദർഭത്തിൽ അതിനുള്ള എല്ലാ വകുപ്പും ഉണ്ട് എൻ്റെ അടുത്ത്. ഓന് മൊബൈലാണെങ്കിൽ ലോക്കാണ്, ആരും അറിയില്ല.
ഓനിൽ എന്തൊക്കെ കണ്ടില്ല മനസ്സിലാവുണ്ടോ? ലോക്ക് എൻ്റെ മൊബൈലിൻ്റെ അടുത്ത മുരീദന്മാർക്കൊക്കെ അറിയാം എൻ്റെ മൊബൈൽ എങ്ങനെയാ തുറക്കുക എന്നുള്ളത്. എൻ്റെ മക്കൾക്ക് അറിയാം, ഇഷ്കിക്ക് വരെ അറിയാം. ഉപ്പച്ചിൻ്റെ മൊബൈൽ വേഗം കൊടുത്ത് ഓളെന്നെ തുറന്നെടുക്കും. എന്നാൽ പലർക്കും അങ്ങനെയല്ല. ലോക്ക് ചെയ്യണോ? കാരണം ആ വിധാണ് കാണുന്നത്. എൻ്റെ പ്രിയമുള്ളവരെങ്കിലും ലോക്ക് ചെയ്യട്ടെ, ചെയ്യാതിരിക്കണം. ഞാൻ പറയണത് ആരുമില്ല, പാപം ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു ബ്ലൂ ഫിലിമിൽ കാണാൻ ചെറുപ്പക്കാരുണ്ടായിരുന്ന അടുത്ത് പറയണത്, ബ്ലൂ തന്താരുവിനെ കണ്ട് ഏതാ ഒരു നരകത്തേക്ക് ആയി ഏതാണ്ട് ചമഞ്ഞ് തന്തയായിട്ട് വ്യഭിചരിച്ചവൻ ഒരിക്കലും അള്ളാഹു മാശറ നോക്കൂല എന്നാണ് അവനെ. ആ തന്തയായിട്ട് സ്വവർഗരതി നടത്തിയവൻ, തന്തയായിട്ട് വ്യഭിചാരത്തിലേക്ക് പോകുന്നവൻ അള്ളാഹു താല റഹമിന്റെ നോട്ടം പോലെ ഓരോ നോക്കൂല മാഷറെ. അത്രക്ക് കോപാണ് അള്ളാഹ്. അത് ഉഴിഞ്ഞു വെച്ച് ഞാൻ ചെറുപ്പക്കാരോടാണ് പറയുന്നത്. എല്ലാമുണ്ട്, ഒറ്റക്കുണ്ട്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പടച്ചോന്റെ മുന്നിൽ നാളെ നിൽക്കേണ്ടി വരുമല്ലോ. അള്ളാഹു നാളെ എന്നോട് ചോദിക്കുമല്ലോ, അല്ല കണ്ടുകൊണ്ടിരിക്കേണ്ടത് എൻ്റെ പടച്ചോൻ കണ്ടുകൊണ്ടിരിക്കും. ആ മഹത്വം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പാപത്തെ തൊട്ട് തടഞ്ഞു. അതൊന്നും വേണ്ട. ലാ ഹൗല വലാ ഖുവത്തില്ല അസ്തഗ്ഫിറുല്ലാഹ റബ്ബി. ആ ചിന്തയെ തൊട്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങി. ശൈഖുന പറഞ്ഞമാതിരി ചിന്തയെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങി. എൻ്റെ പടച്ചോന് കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, നാളെ അള്ളാന്റെ മുന്നിൽ എന്ത് പറയും? ഇത് അല്ല കണ്ട് മനഃപൂർവ്വം ഞാൻ അത് ചെയ്യാണ്. അല്ല കണ്ടോണ്ട്, അല്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളും ചിന്തിച്ചോ, നിങ്ങളെ വാപ്പ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാപ്പയ്ക്ക് ഇഷ്ടമില്ല നിങ്ങൾ ചെയ്യും. നിങ്ങളെ ഉസ്താദ് ഇങ്ങനെ വാപ്പ പോട്ടെ, നിങ്ങൾ ഉസ്താദ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പെണ്ണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വിചാരിച്ചോ. സ്കൂൾ ഇട്ടിട്ട് ഇങ്ങനെ പെൺകുട്ടി വരാണ്, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉസ്താദിന്റെ തലക്കെട്ട് കണ്ടത് തൊപ്പിയാണ്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണ് മാറ്റി ഭയങ്കര തള്ള, എന്താ പറയാ, നല്ല പിള്ള അല്ലേ, എന്ന് പറഞ്ഞ അല്ലേ, ശരിയല്ലേ? അറ്റ തിരിയടോ, ഭയങ്കര ശുദ്ധനായി. പേടിയുണ്ട് ഉസ്താദ് കണ്ടു കഴിഞ്ഞാൽ. ഉസ്താദിന് മുന്നിൽ പിന്നെ നോക്കിക്കോ. സാധാ ഉസ്താദ്മാരും കുഴപ്പമില്ല. ഞാനാണെങ്കിലോ, ഈ ഉസ്താദാണെങ്കിൽ എന്നെ പിടിച്ചപ്പുറത്ത് കൊണ്ട് മോന്തൊക്കെ ഒന്നാട് പൊട്ടിച്ചേരും. എടാ ഹാംക്കെ ജേതാലും കണ്ട് ഇന്നെ കണ്ടാലെങ്കിലും തിരിഞ്ഞുവിടാൻ എനിക്ക് അല്ലെ. മറ്റുള്ള ഉസ്താദ്മാരെ കുറച്ച് മാന്യത ഉണ്ടാവും. അത് പിന്നെ ഓനെ പിടിക്കാച്ചായിരിക്കും. അല്ല ശരിയല്ലേ? ആ ഉസ്താദിന് മുന്നിൽ ചെയ്യണില്ല എങ്കിൽ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നത് ബോധം ഉണ്ടായിട്ട് വീണ്ടും നിങ്ങൾ മനപ്പുറം ആ പാപം വീണ്ടും ചെയ്യുമ്പോ നിങ്ങൾ അള്ളാഹിനെ എവിടെ വെച്ചു? എന്നിട്ട് മനസ്സിലാക്കാം, ഞാൻ അള്ളാഹിന്റെ അടുത്ത് വലിയ ആരിഫാണ്, ഞാൻ ഒലിയാണ്. വിലായത്ത് പോയിട്ട് ചവിട്ട് കിട്ടാതെ മരിക്കാൻ പറ്റിയതാണ് നന്ന്, അത് മനസ്സിലായിക്കോളി. ചവിട്ട് കിട്ടാതെ മരിക്കാൻ പറ്റിയ നന്ന്, അത് മനസ്സിലായിക്കോളി. അങ്ങാടിക്കുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് മുഴുവൻ ഹറാമിലേക്കാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നത് മുഴുവൻ വ്യഭിചാരങ്ങളാണ്. അള്ളാനെ പേടിച്ചിട്ട് ഒരു തിന്മയെന്ന് മാറാനൊക്കെ പറ്റുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളിങ്ങനെ ഇറങ്ങും, വാഹനം എടുത്തിട്ട് ഇറങ്ങും, അതല്ലെങ്കിൽ സൈക്കിൾ എടുത്തിറങ്ങും, ബൈക്ക് എടുത്ത് ഇറങ്ങും, അല്ലെങ്കിൽ നടന്നിറങ്ങും. എന്നിട്ട് എന്താ, ഇവിടെ ഇന്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ബോധത്തിൽ നമ്മൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ടോ? പറ്റണില്ലെങ്കിൽ മനസ്സിലാക്കി, നിങ്ങളെ ജീവിതം കൊണ്ട് അള്ളാഹു താല ജീവിതം നശിപ്പിക്കും, ഉറപ്പ്. ഛിന്ന ഭിന്നമാക്കും നിങ്ങളെ കുടുംബത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ നിങ്ങളെ കുടുംബത്തിലേക്ക് അള്ളാഹു താല ഇറക്കും, ബലായുകൾ ഇറക്കും. എന്നിട്ട് അള്ളാഹു താല നിന്നിട്ട് കാണിച്ചു തരും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മളെ വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മളെ പാപങ്ങളെ കൊണ്ടാണെന്ന് മനസ്സിലായിക്കോളും. അതിനുള്ള ഒരേ ഒരു മാർഗം തൗബ ചെയ്ത് മടങ്ങുക. പാപങ്ങളൊക്കെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു താലാന്റെ മുന്നിലേക്ക് നിൽക്കണല്ലോ, നാളെ മഹ്ശറിൽ നിൽക്കണല്ലോ എന്നുള്ള ബോധം നമ്മളെ മനസ്സിലുണ്ടാവണം. എല്ലാറ്റിനും ഓർമ്മയുണ്ട് നമുക്ക്, അള്ളാനെ മാത്രം ഓർമ്മയില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാലും അള്ളാനെ ഓർമ്മയില്ല, ബാക്കി എല്ലാവരും ഓർമ്മ ഉണ്ടാവും. പരിഹാരത്തിന് വേണ്ടിയിട്ട് പലഹാരം തേടുന്നത് പോലെ പരിഹാരത്തിന് വേണ്ടി ആളുകളെ തേടി പോവാണ്. അള്ളാനെ തേടാ, കൂടെയുള്ള അള്ളാനെ തേടാൻ നമുക്ക് നേരമില്ല. പല ആളുകളും വിഷമങ്ങൾ കൂടുതൽ വന്ന അള്ളാനെ മറക്കുകയാണ്. നിസ്കാരമില്ല, ദിക്റുല്ല, സ്വലാത്ത്, എന്താ വിഷമാവസ്ഥ. അപ്പൊ അള്ളാനോട് തെറ്റി. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ? എന്താ പറഞ്ഞത്? മഹാന്മാര് പറയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കെത്ര സ്ഥാനമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കെത്ര പദവിയുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള മാനദണ്ഡം, അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് പദവിയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിന്റെ അടുക്കൽ അള്ളാഹ്ക്ക് എത്ര മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം കേട്ടോ. എപ്പോഴാണ് എങ്ങനെ മനസ്സിലാവേ? ഇതേപോലെ രഹസ്യ ജീവിതം, ആരും കാണാത്ത സമയം, ആരും കാണുന്നില്ല, നമ്മൾ ഒറ്റക്കുള്ളൂ. ആ സന്ദർഭത്തിൽ ഒരു പാപത്തിന് നമ്മൾ മുതിരുമ്പോൾ, ഒരു തെറ്റ് നമുക്കറിയത് തെറ്റാണെന്ന് അതിന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിന് മുതിരുമ്പോൾ, അള്ളാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള നിലക്ക് ആ പാപത്തിൽ നമുക്ക് ഒഴിഞ്ഞിക്കാൻ പറ്റുന്നുണ്ടോ?
അത് എത്ര കണ്ട് പത്രിയുണ്ട് അത്ര കണ്ടാണ് അള്ളാഹുവിനോടുള്ള മഹത്വം നിനക്കുള്ളത്. അല്ല അതുകൊണ്ടല്ലേ, അത് ഉണ്ടെങ്കിൽ ആ മഹത്വം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ആ മഹത്വം അള്ളാഹിനെ പറ്റി മഹത്വമൊന്നും ഇല്ല, വെറുതെ നമ്മൾ വീമ്പളൊക്കെ നടക്കാം. അപ്പൊ അത്ര അള്ളാഹിന്റെ അടുക്ക് അനക്ക് സ്ഥാനമുള്ളൂ. അല്ലാതെ ഇജ്ജ് കുറച്ചൊന്ന് അൻഫാൻ ദിക്റെടുത്ത് ഇങ്ങനെ ഒരു പകലിലൊക്കെ അല്ലെങ്കിൽ വേറെ നല്ല സന്ദർഭത്തിലൊക്കെ ഒരു മഷേഹമാരെ പോയതുകൊണ്ട് എപ്പോഴും അൻഫാൻ ദിക്റെടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇജ്ജ് മനസ്സിലാകാം ഞാൻ ഇപ്പൊ ഒലിയാണ് ആരിഫാണെന്ന്. ഒന്നുമല്ല. നിന്റെ രഹസ്യ ജീവിതത്തിൽ പാപങ്ങൾക്കുള്ള ചാൻസ് കിട്ടുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിനക്കത് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ അടുക്കിനെ സംബന്ധിച്ചൊരു മഹത്വം ഉണ്ട്. എത്ര ആണെങ്കിൽ അത്ര അള്ളാഹിന്റെ അടുക്കൽ അന്നെ സംബന്ധിച്ചുണ്ട്. അപ്പൊ തൗബ ചെയ്ത് മടങ്ങി ജീവിതം നന്നാക്കണം. ജീവിതം നന്നാക്കണ വേണ്ടത്, ചിന്തിച്ചോണ്ട് മാത്രം കാര്യമില്ല. നന്നാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതല്ല, നന്നാക്കലാണ്. ശൈഖുന പറഞ്ഞ പരിശ്രമിക്കാൻ വേണ്ടി പരിശ്രമിക്കലല്ല, നന്നാക്കണം. കുറെ കാലമായല്ലോ, ഞാണ്ട് തീരുമാനിച്ചു നോക്ക് എങ്ങനെയാണ് നന്നാവല്. ഇതന്നെ പ്രിയമുള്ളവരെ, മഹാന്മാർ റസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരാൾക്ക് തെഖ്വ വരണമെങ്കിൽ, ഒരാൾക്ക് പാപങ്ങളെ തൊട്ട് മാറണമെങ്കിൽ അവനക്ക് അള്ളാഹുവിനും റസൂലിന്റെ വിശ്വാസത്തിന് ശേഷം ആഖിറത്തിലുള്ള വിശ്വാസത്തിൽ നല്ല ദൃഢനിശ്ചയം വേണം, നല്ല ഓർമ്മ ഉണ്ടാവണം. ഞാൻ മരിക്കും, മരണശേഷം അള്ളാഹുവിനോട് ചോദിക്കും എൻ്റെ ആരോഗ്യം ഞാൻ എന്തിൽ ചെലവഴിച്ചു. എനിക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടല്ലോ, ഇത് എന്തിലൊക്കെയാണ് ചെലവാക്കിയത്, ഈ ആരോഗ്യം കൊണ്ട് ഞാൻ അഹങ്കരിക്കുന്നുണ്ടോ, ഇത് നോക്കണം. എൻ്റെ ഈ ആരോഗ്യത്തിനെ സംബന്ധിച്ച് അള്ളാഹ് ചോദിക്കും, ഈ ആരോഗ്യം എന്തിലൊക്കെ ചെലവഴിച്ചു. സിനിമാ പാട്ട് കേട്ടിട്ട് ആടാനും ഡാൻസ് ചെയ്യാനൊക്കെ ചെലവഴിച്ചു. ദിക്ർ ചൊല്ലിയിട്ട് എത്ര അടിച്ച്, അന്യ ശരീരം കൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് എത്ര എൻ്റെ ശരീരത്തിനാട്ടി. അള്ളാഹിന്റെ മാർഗത്തിൽ എത്ര നീ നിന്റെ ശരീരത്തെ ചെലവഴിച്ചു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്റെ ശരീരത്തെ നീ ഉപയോഗിച്ച് അത്ര അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? നിസ്കരിക്കാൻ വേണ്ടി അനങ്ങിയിട്ടുണ്ടോ? എത്ര നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്? ഒരു ദിവസം നീ എത്ര അനങ്ങും നിസ്കാരത്തിന് വേണ്ടിയിട്ട്? ആകെ നിസ്കരിക്കാനാണ് ആ ഫർള് നിസ്കാരം 4 ളുഹർ, 4 അസർ, 2 സുബഹി, 3 റക്അത്ത് മഗ്രിബ്, 4 റക്അത്ത് ഇശ. അതാണ് ആകെ നിസ്കരിക്കുന്നത്. അതും നിസ്കരിക്കണവർ ഇല്ലാത്തവർ അതുമില്ല. പരിശുദ്ധ ഖുർആൻ ഓതുന്നുണ്ടോ? നോ. ദിക്ർ ചൊല്ലുന്നുണ്ടോ? നോ. തോന്നുമ്പോ ചെല്ലും, യെസ്. തോന്നുമ്പോ ചെല്ലൂല്ല, യെസ്. ഇതല്ലേ നമുക്ക് ഉത്തരം ഉണ്ടാവുക. ഇങ്ങനെ ജീവിക്കുക. രാവിലെ എഴുന്നേറ്റു, സൂര്യപ്രകാശം കണ്ടു, എഴുന്നേറ്റു, ഇതേപോലുള്ള ഒരു കവാത്ത് നിസ്കാരം നടത്തി, അങ്ങനെ വന്നു, പിന്നെ ചായ കുടിക്കണം, ചോറുന്നണം, നാഷ്ടാക്കണം, പിന്നെ കുറെ കളിക്കണം. എന്ത് കളി? ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചുള്ള കളി. കുട്ടികൾക്ക് കുട്ടികളെ കളി, വലിയവർക്ക് വലിയവരെ കളി, തന്താർക്ക് തന്താര കളി, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കളി. അത് ഓരോരുത്തർ വിചാരിച്ചാൽ അത് എന്താ കളിയെന്ന്. ഇതൊക്കെ മാറ്റിയെടുക്കണം. എനിക്കിനി അങ്ങനെ പറ്റൂല. എൻ്റെ ഓരോ നിമിഷവും അള്ളാഹിന്റെ മാർഗത്തിലാവണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രയാസങ്ങൾ ഉണ്ടാവും, അത് ഇനിയും ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. അതതിൻ്റെ ഭാഗത്ത് പോട്ടെ. ഏതായാലും മരിക്കോല, അതിന്റെ ശേഷമുള്ള ജീവിതമെങ്കിലും നന്നാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. അതോടുകൂടി ഇനി ഞാൻ എൻ്റെ ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി അർപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി എൻ്റെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള എൻ്റെ ഓരോ നിമിഷങ്ങളും അള്ളാഹു താലാക്ക് വേണ്ടിയാവണം. എൻ്റെ ഓരോ ശ്വാസങ്ങളും അള്ളാഹ്ക്ക് വേണ്ടിയാവണം. അള്ളാഹിനെ കാണിക്കാൻ വേണ്ടി മാത്രം ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കണം. കാരണം എന്താ? മരിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ മരണം അടുത്തിരിക്കുന്നു. ഇനി ദിക്ർ കുറെ വർദ്ധിപ്പിക്കട്ടെ ഞാൻ. അതിന്റെ പ്രതിഫലങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. പ്രതിഫലങ്ങൾ 40,000 പ്രതിഫലം കിട്ടുന്ന ദിക്റുകളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് വീതം പ്രതിഫലങ്ങൾ കിട്ടുന്ന ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. മനസ്സിലാവുണ്ടോ? പ്രതിഫലങ്ങളിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അതിൽ അള്ളാഹുവിന്റെ റിളവാൻ, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം, അതിന് 1,00,000 അങ്ങെടുത്തില്ല, 1,00,00,000 അങ്ങെടുത്തു. അള്ളാഹിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. ഈ പ്രതിഫലത്തൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിസ്കാരം വർദ്ധിപ്പിക്കും. ഓതുന്നത് വർദ്ധിപ്പിക്കണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കണടോ. എന്താ തഹജ്ജുദ് നിസ്കരിക്കാത്ത? ഞാൻ ത്വരീഖത്തുകാരനായിപ്പോയി, അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കൂല. അതന്നെ. പക്ഷെ ഇജ്ജോ എന്തൊക്കെ ആയിപ്പോയിക്കണം, അതുകൊണ്ട് ഇജ്ജ് നിസ്കരിക്കാത്തത്. ഞാനൊന്നും ആയിട്ടില്ല എന്നുള്ള ബോധം വരാണ്ട് ഇജ്ജ് നിസ്കരിച്ചിരുന്നു. എന്താ എനിക്ക് കേട്? ഒരു കേടുമില്ല. മടി, ഉറങ്ങ. ആ ഉറക്കൊന്ന് എഴുന്നേറ്റിങ്ങാണ്ട് തഹജ്ജുദ് നിസ്കരിച്ചൂടെ?
ആ 7:30 മണി കഴിഞ്ഞാൽ എനിക്ക് ലുഹ നിസ്കരിച്ചൂടെ? ലുഹറിന്റെ മുന്നുള്ള മുഅക്കദായ സുന്നത്തെങ്കിലും നിസ്കരിച്ചൂടെ? ശേഷമുള്ളത് നിസ്കരിച്ചൂടെ? അസറിന് ശേഷം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് തസ്ബീഹ് ചെയ്തൂടെ? 100 പ്രാവശ്യമെങ്കിലും. എന്താ? നാവിന് കന. തസ്ബീഹോ? കാരണം മീസാനു കന എന്നാ പറഞ്ഞിരിക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്നത് മീസാനിൽ കനണ്ട് എന്നാ പറഞ്ഞിരിക്കണേ. നിന്റെ നാവിനും കന. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് ലഘുവാക്കി തരട്ടെ നാവിന്. ചെല്ലൂല. കാരണം മടി ഇങ്ങനെ പൊന്തം വിട്ട് ഇങ്ങനെ നടക്കും. അതും ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ അവിടെ പോയി കമ്പനി അടിച്ച്, ഇവരെ പോയി കമ്പനി അടിച്ച് എത്ര സുഹൃത്തുക്കള്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളെ പ്രായപൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർ ഇത്ര വയസ്സായി. ഇതിനിടെ എത്ര നിങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്? നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. എത്ര അടുത്ത സുഹൃത്തുക്കളുണ്ട്? നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കി. ഇവരെ കൊണ്ട് നിങ്ങൾക്ക് എത്ര ഉപകാരം കിട്ടിയിട്ടുണ്ട്? എത്ര ആൾക്കാർ നിങ്ങൾക്ക് എത്ര കണ്ട് സഹായിച്ചിട്ടുണ്ട്? 50,000 സഹായിച്ചവർ എത്ര ആൾക്കാർ? 1,00,000 സഹായിച്ചവർ എത്ര ആൾക്കാർ? വല്ലതും സഹായിച്ചിട്ടുണ്ടെങ്കിൽ കടം തന്നിട്ടുണ്ടാവും. തിരിച്ചിട്ടില്ലെങ്കിൽ സ്നേഹം കൊണ്ട് പോകും. നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ആരെങ്കിലും സഹായിച്ചുവോ? ഇന്നേ വരെ നിങ്ങളെ സഹായിച്ചത് നിങ്ങളെ റബ്ബായ അള്ളാഹു മാത്രമാണ്. അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ നിങ്ങൾക്ക് വയ്യ. എന്നിട്ട് അവർക്ക് വേണ്ടി കമ്പനി അടിച്ചിട്ടും അവരുടെ കൂടെ സമയം ചെലവാക്കിയിട്ടും നിങ്ങൾ സമയങ്ങൾ ഇങ്ങനെ കളഞ്ഞു. ഈ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ സ്വന്തം സുഹൃത്തുക്കളെ കാര്യത്തിൽ അവർ വിരല് കടിക്കുന്നു. അങ്ങോട്ട് പരാതി പറയാൻ തുടങ്ങുന്നതാണ്, ഇവനെ കൊണ്ടാണ് ഞാൻ നാശായത് എന്ന്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടായിക്കോട്ടെ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആയിക്കോട്ടെ, സുഹൃത്തുക്കൾ ഒരു കമ്പനി അടിച്ചോളി. പക്ഷേ നിങ്ങൾ അള്ളാഹ്ക്ക് ഈ നന്മയുടെ ഏടുകളില് നന്മ വർദ്ധിപ്പിക്കുന്ന കാര്യം മറക്കല്ലേ. കുറഞ്ഞതൊക്കെ മതി അവരോട്. കൂടുതൽ അള്ളാഹുവിനോടാണ് വേണ്ടത്. നിങ്ങളെ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ നിങ്ങൾ സഹവസിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയോടാണ്, നിങ്ങളുടെ മക്കളോടാണ്, നിങ്ങളുടെ മാതാപിതാക്കളോടാണ്. നിങ്ങൾ സുഹൃത്തുക്കളോട് കുറച്ച് സഹവസിച്ചാൽ മതി. അതിലും കൂടുതൽ കല്യാണം കഴിഞ്ഞാല് സുഹൃത്തുക്കളായിട്ടല്ല കൂടുതൽ കമ്പനി അടിക്കേണ്ടത്. സ്വന്തം വീട്ടിലേക്ക് വന്ന് തന്റെ ഭാര്യയുടെ കൂടെ ഇരിക്ക്, അവൾക്ക് സന്തോഷം കൊടുക്ക്, അവളോട് നല്ലത് പറഞ്ഞു കൊടുക്ക്. ആകെ നീ വരുന്നതാണ് എല്ലാ സുഹൃത്തുക്കളായിട്ട് കമ്പനി അടിച്ച് എല്ലാം കഴിഞ്ഞ് വിയർത്തൊളിച്ച് ക്ഷീണിച്ച് വീട്ടിൽ വരും. എന്നിട്ട് വാരക്ക് കൊടുക്കണ എന്താ? എടിപ്പൊടി. അവളെ വിഷമിപ്പിക്കും. അവൾക്ക് വന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് കയർക്കും, അവളെ തല്ലും, അവളെ വിഷമിപ്പിക്കും. ദജ്ജ് അന്റെ ഭാര്യക്ക് കൊടുക്കുന്നത്. അവൾ രാവിലെ മുതൽ രാത്രി വരെ അവൾ ചെയ്യുന്നതൊക്കെ നിനക്ക്. നീ അയച്ചിടുന്ന വിയർത്തൊലിച്ചുകൊണ്ട് നീ അയച്ചിടുന്ന നിന്റെ വസ്ത്രങ്ങൾ അവൾ അലക്കി തന്നു. നിന്റെ കുട്ടികൾ അവൾ സംരക്ഷിച്ചു. നിനക്ക് ചായ ഉണ്ടാക്കി തന്ന്, ചോറുണ്ടാക്കി തന്ന്, എല്ലാം ഉണ്ടാക്കി തന്ന് നക്കിയിട്ട് വന്നും കൊണ്ട് എന്താ ചെയ്യണത്? അവളെടുത്ത് പോലെ തെറ്റു വന്ന് അത് കണ്ടും കൊണ്ട് അവളെ അടിക്കുന്നവര്, അവളെ ശകാരിക്കുന്നവര് എങ്ങനെ എന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും? അല്ലാഹു തആല നിന്നെ ശപിച്ചുകൊണ്ടിരിക്കും, അവന്റെ മലക്കൾ ശപിച്ചുകൊണ്ടിരിക്കും. നീ അവൾക്ക് എന്ത് ചെയ്തു കൊടുത്തു? ഈ ശകാരങ്ങൾ. രാവിലെ മുതൽ പിന്നെ വൈകുന്നേരം വരെ എന്റെ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ ജോലിയിൽ. ഇങ്ങനെല്ലാം മക്കളെ മുത്തുനബി പഠി. ദീൻ എന്ന് പറയുന്നത് നിസ്കരിച്ചും നോമ്പോട്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടൊന്നും അള്ളാഹ് വിടൂലങ്ങളെ. നിങ്ങളെ സ്വഭാവം നന്നാക്കുകയും നിങ്ങളെ കുടുംബം നന്നാക്കുകയും ചെയ്യും. കുടുംബത്തുള്ളവർ നല്ലപോലെ പെരുമാറും. ഉമ്മനോടും ഉപ്പനോടും നിങ്ങളെ ഭാര്യയോടും നിങ്ങളെ മക്കളോടും നല്ലപോലെ പെരുമാറും. നിങ്ങൾക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്യും. നിങ്ങളെ വിഷമങ്ങൾ അല്ലാഹ് പോക്കി തരും. എന്നിട്ടോ അള്ളാഹിനോടുള്ള കടപ്പാടുകൾ ഒഴിവാക്കാൻ പാടില്ല. ചില ആളുകളുണ്ട് ഭാര്യന്റെ കൂടെ തന്നെ എപ്പോഴും അട്ടപത്യമായി നിസ്കരിക്കാൻ പോകൂല. നീ നിസ്കരിച്ചാൽ വേഗം വരും ഭാര്യനോടുള്ള സ്നേഹം കൊണ്ട്. നിന്റെ ഭാര്യയോടുള്ള സ്നേഹവും നിന്റെ ഉമ്മയോടുള്ള സ്നേഹം നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹവും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇബാദത്തിന് തടസ്സമാവാനും പാടില്ല. നിശ്ചല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചുതരാം. എങ്ങനെ ചെയ്യേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതൽ ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടുക. സമയമില്ല, ഇനി മരിക്കാൻ പോവാണ്. ആരും ഉണ്ടാവൂല, ഈ സ്നേഹിതന്മാരും ഉണ്ടാവില്ല, ഭാര്യയുള്ള മക്കളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എടോ, ഇവിടെ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനമുള്ളടോ. പണം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നാലെ കൂടും, ആരും ഒന്നും പറയില്ല. നിങ്ങൾക്ക് പണം ഇല്ലാതാക്കി നോക്കി ആരും നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. അതാണ് നിങ്ങളെ സുഹൃത്തുക്കള്, ഈ ദുനിയാവിന്റെ പട്ടികള്. കാശുണ്ടെങ്കിൽ നിങ്ങൾ വേണം, കാശിൽ നിങ്ങൾ ആർക്കും വേണ്ടോ? ആർക്കും വേണ്ട. പിന്നെ എന്തിനീ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹനെ വെറുപ്പിക്കുന്നു, റസൂലിനെ വെറുപ്പിക്കുന്നു? ഇതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തൗബ ചെയ്ത് മടങ്ങുക. ഇനിയുള്ള ജീവിതം അള്ളാഹ്ക്ക് വേണ്ടിയാക്കി. നമ്മളെ ശരീരം അള്ളാഹുവിന്റെ ഇബാദത്തിലായിട്ട് വഴങ്ങട്ടെ. അതിന് കുറച്ചുകൂടി മെനക്കെടുപ്പിക്കുക. ശരീരത്തിന് അള്ളാഹ്ക്ക് വേണ്ടി മെനക്കെടുപ്പിക്കുക. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാവും. ഈ ശരീരം നരകം തൊടൂല. കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു തരും ഒരു തൗബ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി എൻ്റെ ശരീരം ഇബാദത്തിലായിക്കൊണ്ട് ആടട്ടെ, ഇബാദത്തിലായിക്കൊണ്ട് അനങ്ങട്ടെ, കണ്ണുനീര് വരട്ടെ.
ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കി പടച്ചോനെ പാപം ചെയ്തു പോയി പുറത്തു കാട്ടല്ല, എന്നെ കബൂലാക്കല്ല, എന്റെ പാപം കാണുന്നതിനെ ശിക്ഷിക്കല്ല എന്ന് പറഞ്ഞു. നരകം തൊടൂല നിങ്ങളെ ശരീരത്തെ. അതുപോലെ നിങ്ങളെ മനസ്സിന് അള്ളാഹുവിന്റെ ദിക്റിലായിട്ട്, ശ്വാസത്തിലുള്ള ദിക്റിലോ അല്ലെങ്കിൽ ദിക്റുകളിലായിട്ട് നിങ്ങളെ മനസ്സിനെ കൊണ്ടുകിടക്ക്. മറ്റുള്ള മോക്ഷ ചിന്തകളൊക്കെ മാറ്റി തൗബ ചെയ്ത് മടാവൊന്നും വേണ്ട. ഇവിടെ ഒരു സുഖവും വേണ്ട ഈ ദുനിയാവിന്റെ. അള്ളാഹിനെ കൊണ്ടുള്ള സുഖം മതി, എന്റെ മശായഖന്മാരെ കൊണ്ടുള്ള സുഖം മതി, ദിക്ർ കൊണ്ടും മുത്തുനബിനെ കൊണ്ടുള്ള സുഖം മതി എന്നുള്ള നിലയ്ക്ക് ആ ചിന്തയിലും ആ രസത്തിലുമായിട്ട് നീങ്ങും. അതിന് അങ്ങനത്തെ സദസ്സുകളിൽ പങ്കെടുക്കും, മശായഖന്മാരുടെ സദസ്സുകളിൽ പങ്കെടുക്കും. നിങ്ങൾ ആത്മാവിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അലതല്ലട്ടെ, മുത്തുനബിയോടുള്ള പ്രേമം അലതല്ലട്ടെ, ആത്മാവ് പ്രകാശിക്കട്ടെ. ആ പ്രകാശവുമായിട്ടായിരിക്കണം അള്ളാഹിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകേണ്ടത്. എന്ത് രസം ഉണ്ടാവുക മരണം. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അതൊന്നും ഇല്ലാത്ത അവസ്ഥകൾ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടാവും ദ്വാരക്കാനും പ്രാർത്ഥിക്കാനൊക്കെ മൗലാമാരും ഉണ്ടാവും. നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? അതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. നിങ്ങൾ ജീവിതകാലത്തിൽ എന്തെങ്കിലും ചെയ്തത്? നിങ്ങൾക്കെല്ലാം അനുഗ്രഹം ചെയ്തു വന്ന അള്ളാഹു താല നിങ്ങളൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടില്ലേ? മുത്തുനബിയുടെ ആദർശങ്ങളെ, മുത്തുനബിയുടെ ഹദീസുകളെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? അങ്ങനെയല്ല ജീവിച്ച് എന്നിട്ട് അള്ളാഹിന്റെ അടുത്തേക്കായി പോണേ. ഈ ബോധം വേണ്ടേ? അതിന് വിശ്വാസം വേണ്ടേ? ഇന്ന് പല മുസ്ലിമീങ്ങൾക്ക് അള്ളാഹിനോട് വിശ്വാസമില്ല. വേണേ ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മരിച്ചാൽ നിങ്ങളുടെ പോകണം നമ്മള് ഈ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്കല്ലേ? ബുദ്ധി ഉണ്ടെങ്കിൽ ആ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുമ്പോ അള്ളാഹിന്റെ റസൂൽ വെറുപ്പിച്ച് ആരെങ്കിലും പോകും? ഇല്ല. അപ്പൊ ബുദ്ധിയിലായിട്ടല്ല, വിശ്വാസമില്ലായിട്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ അവന്റെ ബുദ്ധി വർക്ക് ചെയ്യും. കാരണം ദുനിയാവിന്റെ എല്ലാ കാര്യത്തും അവന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. 5 കാശ് കിട്ടുന്നോടത്ത് ഇവിടെ എന്താ ബുദ്ധി വർക്ക് ചെയ്യാതെ? ബുദ്ധി വർക്ക് ചെയ്യായിട്ടല്ല, വിശ്വാസമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. പറയാനുള്ളത് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള സദസ്സുകൾ പങ്കെടുക്കുക, അമലുകൾ വർദ്ധിപ്പിക്കണം, അമലുകൾ വർദ്ധിപ്പിക്കണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, ദാനങ്ങൾ വർദ്ധിപ്പിക്കണം. അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യണം, വർദ്ധിപ്പിക്കണം. ആളുകളെ സംബന്ധിച്ച് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക, എല്ലാവരെ സംബന്ധിച്ച് നല്ലത് ഭാവിക്കുക, നല്ലത് ചിന്തിക്കുക. എല്ലാവരും നല്ലവരാണ്, ഞാനാ മോശം എന്ന് മനസ്സിലാക്കി എല്ലാവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക. നിങ്ങളോട് ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, നിങ്ങളെ ഇങ്ങോട്ട് തെരുവിളിക്കുന്ന ആളുകൾ, നിങ്ങളോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഉപദ്രവിക്കുന്ന ആളുകൾ, അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക, മാപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നല്ലത് പെരുമാറിയാൽ മതി. ആരോട് മനസ്സ് വെറുപ്പ് വെക്കണ്ട. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയും. ആരോട് വെറുപ്പ് വെക്കണ്ട, എല്ലാവരോടും സ്നേഹം വെച്ചാൽ മതി, എല്ലാവരോടും കാരുണ്യത്തോ പെരുമാറിയാൽ മതി. അത് നമ്മുടെ ശത്രുക്കളോട് പോലും നല്ല സുഖം ഉണ്ടാവും, മനസ്സിന് നല്ല റാഹത്തുണ്ടാവും മനസ്സിന്. അവിടേക്ക് മലക്കുകൾ ഇറങ്ങും, മുത്തുനബി അവിടെ വരും ആ കൽബിലേക്ക്. ഇത് കാണുന്നവരോടൊക്കെ ദേഷ്യം. എന്നെ തുറിച്ചു നോക്കി, എന്നെ തുറിച്ചു നോക്കി, എന്നെ കല്യാണം വിളിച്ചില്ല, എന്നെ അവിടുത്തെ ആട്ടി ഓടിച്ച്, എന്നെ നിന്ദിച്ചു, ഒരു ഉപകാരത്തിന് സമയത്തൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആരോടങ്ങൾക്ക് പറയാ സ്നേഹമുള്ളത്? എടാ സിട്ടികൾ അതേ ചെയ്യുള്ളൂ, പഠിച്ചോൻ അത് ചെയ്യാതിരിക്കുള്ളൂ. സിട്ടികൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പക്ഷെ അവരെ പോലെ നിങ്ങളാവല്ലേ. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളോട്, തുറിച്ചു നോക്കിയവരോടും, അസഭ്യം പറഞ്ഞവരോടും, പാറ വെച്ചവരോടും, കെണി വെച്ചവരോടും, ദീപത്ത് പറഞ്ഞവരോടും, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയവരും എല്ലാവരോടും അവർക്കൊക്കെ മനസ്സിൽ പുറത്തു പഠിച്ചോൻ അറിവില്ലാത്തതാണ്. അള്ളാഹു പുറത്തു കൊടുക്കല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവനക്ക് ഹിദായത്ത് കൊടുക്കല്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനത്തെ നല്ല ശുദ്ധമായ മനസ്സുണ്ടാക്കിയാണ്ടല്ലോ മാഷാ അല്ലാഹ്, അള്ളാഹു താല സ്വീകരിക്കും. അല്ല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മശാഖമാർ ഫുയൂലാത്തോടും ബർക്കാത്തുകളോടും നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പാപങ്ങൾ അത് പുറത്തു തരട്ടെ. ഇനിയുള്ള ജീവിതം നല്ല തഖ്വയിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അല്ല തൗഫീഖ് നൽകട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, പാപങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം, ആ പാപങ്ങളെ ഒഴിവാക്കണം. അത് ചെയ്യാൻ പാടില്ല. ഇല്ല, ഇനി ഞാൻ ചെയ്യൂല, കാരണം ഞാൻ അള്ളാഹു താലാന്റെ മഹത്വത്തെ ഇല്ലാതാക്കുന്നവരായി മാറും, അള്ളാഹിന്റെ മഹത്വത്തെ ഹനിക്കുന്നവരായി മാറും, അള്ളാഹിന്റെ കോപം വരും. അതുകൊണ്ട് ഞാനത് ചെയ്യൂല. കാരണം അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കെ ഞാനത് ചെയ്യുമ്പോൾ, അറിഞ്ഞും കൊണ്ട് ഞാനത് ചെയ്യുമ്പോൾ അള്ളാഹിന്റെ മഹത്വത്തെയാണ് ഞാൻ അവഗണിച്ചത്, അള്ളാഹിനെ നിസ്സാരപ്പെടുത്തി. അത് അള്ളാഹ്ക്ക് വലിയ കോപമാണ്, ഞാൻ ചെയ്യൂല. പാപം അങ്ങനെ ആ പാപത്തിൽ നിന്ന് മാറണം. സൽക്കർമ്മങ്ങൾ തേടി നടക്കണം. എന്തെല്ലാമാണ് സൽക്കർമ്മങ്ങൾ ഉള്ളതെന്ന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വഅഫു അന്നാ യാ കരീം വഖ്ഫിർ ലനാ യാ റഹീം അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.